അടുത്തത് നമ്മൾ പറയാൻ പോണത് ടൈപ്സ് ഓഫ് ഫ്ലോ ആണ്. ഒരു പ്രോഗ്രാമിൻ്റെ ടൈപ്സ് ഓഫ് ഫ്ലോനെ കുറിച്ചാണ്. അപ്പോൾ സീക്വൻഷ്യൽ ഉണ്ട്, സെലക്റ്റീവ് ഉണ്ട്, ഐട്രേറ്റീവ് ഉണ്ട്. നേരത്തെ നമ്മൾ അൽഗോരിതം പറഞ്ഞ പോലെ തന്നെ ഇതിനും സീക്വൻഷ്യൽ, സെലക്റ്റീവ്, ഐട്രേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ സീക്വൻഷ്യൽ പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാവും, കണ്ടീഷൻ ബേസ് ചെയ്തായിരിക്കും എസ്ഒന്നും തരുന്നത്. ഐട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് കുറച്ച് കാലം ഒരു കാര്യം ചെയ്യുന്നു, ആ കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ പണി നിർത്തുന്നു. ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഫ്ലോ ഓഫ് പ്രോഗ്രാം ഉള്ളത്. സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതി വെച്ച പോലെ ഫ്ലോ ഓഫ് പ്രോഗ്രാം ഇസ് ഡൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻഷ്യലി. കാൽക്കുലേഷൻ ഓഫ് ഏജ്, ഏരിയ, റെക്ടാങ്കിൾ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ആവറേജ് ഓഫ് 5 നമ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് ഒരു സീക്വൻഷ്യൽ ഫ്ലോൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ഫാൾസ് ആണെങ്കിൽ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും റൺ ചെയ്യുക. അങ്ങനെ പ്രോഗ്രാമിൻ്റെ കണ്ടന്റിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ആകുമ്പോഴാണ് നമ്മളതിന് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു 11 ലൈനുള്ള കോഡിൽ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ട്രൂ ആണെങ്കിൽ ഒരു 5 സ്റ്റേറ്റ്മെൻറ്റും ഫാൾസ് ആണെങ്കിൽ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുമാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു സൈഡ് മാത്രമാണ് സെലക്ട് ആവുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് കണ്ടീഷൻ. അതിനെയാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഐട്രേഷൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യാൻ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ച് നേരം റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ കണ്ടീഷൻ തെറ്റണ വരെ. അതാണ് ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സീക്വൻസ് അല്ലെങ്കിൽ സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ്, പേരിൽ തന്നെ പറയാം, ഈഫ്. നമ്മൾ പറയില്ലേ ഈഫ്, നമ്മളൊരു കണ്ടീഷൻ പറയുമ്പോൾ ഈഫ് പറയാറുണ്ട്. ആ കണ്ടീഷൻ ആയാൽ എന്താണോ ഉണ്ടാവുന്നത് അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഈഫ് കണ്ടീഷൻ കോളൻ സ്റ്റേറ്റ്മെന്റ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ് മീനിങ് വരുന്നത്. ഈഫ് എൽസ് എന്ന് പറയുമ്പോൾ പേര് തന്നെ മനസ്സിലാവും, ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ട്രൂ ആയാൽ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2, അതാണ് അതിന്റെ മീനിങ്. ഈഫ് എൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് പറയുന്ന പോലെ തന്നെ ഈഫ് ദിസ് കണ്ടീഷൻ അപ്ലൈസ് ദിസ് വിൽ ഹാപ്പൻ, അതർവൈസ് എൽസ് ദിസ് വിൽ ഹാപ്പൻ എന്ന് പറയുന്ന പോലെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ആ കണ്ടീഷൻ 2 ആൻസർ വരാം. ആ 2 ആൻസറിന്റെ ബേസിസിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ആ ആൻസർ, അതായത് സ്റ്റേറ്റ്മെന്റ് ആ കണ്ടീഷൻ കറക്റ്റ് ആയാൽ സ്റ്റേറ്റ്മെന്റ് 1, ആ കണ്ടീഷൻ തെറ്റായാൽ സ്റ്റേറ്റ്മെന്റ് 2, ലൈക്ക് ദാറ്റ്. അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ അല്ല, ഒരുപാട് കണ്ടീഷനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈഫ് എലിഫ് എൽസ് പറഞ്ഞ സംഭവമായിരിക്കും. ഈഫ് എലിഫ് എൽസ് എന്നൊക്കെ പറയുന്നത് കീവേഡ്സുകളാണ്. അത് അതുപോലെ തന്നെ എഴുതി വെക്കണം. ഈഫ് ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ കറക്റ്റ് ആയാൽ സ്റ്റേറ്റ്മെന്റ് 1, അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കും, എലിഫ് കണ്ടീഷൻ 2. ഈ കണ്ടീഷൻ കറക്റ്റായ അതിന്റെ സ്വന്തം സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യും. ഇതൊന്നും അല്ല, ഈ പറയുന്ന കണ്ടീഷനുകൾ ഒന്നും മാച്ച് ആയിട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യാനാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് എൽസ് ഇതൊന്നും വർക്ക് ആയില്ലെങ്കിൽ വർക്ക് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈഫ് എലിഫ് എൽസ് ആണ്. നെസ്റ്റഡ് ഈഫ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ്. നമുക്കിപ്പോൾ 2 കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് മറ്റേ കണ്ടീഷൻ വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈഫ് നെസ്റ്റഡ് ഈഫ് ആണ് യൂസ് ചെയ്യുക. നെസ്റ്റഡ് ഈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈഫ് വിതിൻ ഈഫ്, ഒരു ഈഫിന്റെ ഉള്ളിൽ വേറൊരു ഈഫിനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ മാച്ച് ചെയ്താൽ മാത്രം ഉള്ളിലേക്ക് പോയി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഇവിടെ നോക്കിയേ, ഈഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഉള്ളിൽ അടുത്തൊരു ഈഫ് എൽസ് ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ കറക്റ്റ് ആയി അതിന്റെ സ്വന്തം സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് എൽസ് പാർട്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2. ഈ കണ്ടീഷൻ, അതായത് ഫസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് എൽസ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയേണ്ടത് ഈഫ് എൽസ്, ഈഫ് എലിഫ് എൽസ് ആണ്. ഒരു കണ്ടീഷനേ ഉള്ളൂവെങ്കിലും അതിന്റെ ട്രൂ പാർട്ടും ഫോൾസ് പാർട്ടും റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈഫ് എൽസ് എന്ന് പറയുന്നത്. ഈഫ് എലിഫ് എൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മോർ ദാൻ 1 കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ്ലി നിങ്ങൾക്ക് ഈഫ് എലിഫ് എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ്, കണ്ടീഷൻസ് നമ്മളിപ്പോൾ സംസാരിച്ചു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഗ്രാം റൺ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, പ്രോഗ്രാം പറയുമ്പോൾ ഇതിൽ നമ്മൾ ഒരു ഏജ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഏജ് നമ്മൾ യൂസറിൻ്റെ നിന്ന് എടുക്കുന്നു. അതിൽ ശേഷം ഈ ഇൻപുട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കാം. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് വാല്യൂ യൂസറിലേക്ക് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഈഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18, ഈ കൊടുക്കുന്ന ഏജ് 18നേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസർ ഈസ് എലിജിബിൾ ടു വോട്ട് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ എന്ന കേസ് ഈഫിൽ പറയുന്നില്ല. അതുകൊണ്ട് റൺ ചെയ്ത് നോക്കാം, കാണിച്ചു തരാം നിങ്ങൾക്ക്.
കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സെക്കൻഡ്. ഓക്കെ. ഇപ്പോൾ എൻ്റർ ദ ഏജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ 19 എന്ന് ഇട്ടു. അതായത് 19 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 18, റൈറ്റ്? സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നത് യൂസർ ഈസ് എലിജിബിൾ ടു വോട്ട് എന്നാണ്. അതായത് ഈ കണ്ടീഷൻ കറക്റ്റ് ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആയി. ഇനി ഞാൻ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കുകയാണ്. റൺ ചെയ്യുമ്പോൾ ഞാനൊരു കണ്ടീഷൻ 16 എന്ന് കൊടുത്താൽ എന്ത് ചെയ്യുമെന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞുണ്ടോ? അതുകൊണ്ട് ഇതിന്റെ പണി നിർത്തി. കാരണം ഇതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സെറ്റിൽ എന്ത് ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇഫ് എൽസ് കുറച്ചുകൂടി നല്ലത് എന്ന് പറയാൻ കാരണം. കാരണം എന്താ? ഒരു ഏജ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെന്നുണ്ടെങ്കിൽ എലിജിബിൾ ടു വോട്ട് ആണെന്നും അല്ലെങ്കിൽ ഇൻഎലിജിബിൾ ആണെന്നും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ കറക്റ്റ് ആയാൽ നമുക്ക് okay, sorry, there is some small mistake, 1 second. ഓക്കെ. സോ ഇവിടെ നമ്മളിപ്പോൾ ഏജ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ ഏജ് എന്ന് പറഞ്ഞു കൊടുത്തു. ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെന്നുണ്ടെങ്കിൽ എലിജിബിൾ ടു വോട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇലിജിബിൾ ടു വോട്ടാണ്. ഇപ്പം നേരത്തെ കൊടുത്ത അതേ കണ്ടീഷൻ 19 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക എന്താണ്? 19 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18, അതുകൊണ്ട് യൂസർ ഈസ് എലിജിബിൾ ടു വോട്ട് എന്ന് കിട്ടി. ഇനി അതല്ല ഞാൻ കൊടുക്കുന്നത് ഒരു 17 ആണെന്ന് വിചാരിക്കുക. ആ കണ്ടീഷൻ ഒരിക്കലും കറക്റ്റ് ആയിരിക്കില്ല. കാരണം 17 ഒരിക്കലും 18 വലുതല്ല. അപ്പം എനിക്ക് എന്ത് കിട്ടി? ഇൻഎലിജിബിൾ ടു വോട്ട് എന്ന് കിട്ടി. അപ്പം ഇതല്ലേ കുറച്ചുകൂടി നല്ലത്? കാരണം നമുക്ക് ഒരു കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും ഒരു കണ്ടീഷൻ കറക്റ്റ് ആയാലും എന്ത് ചെയ്യണമെന്നും കറക്റ്റ് ആയിട്ട് ഈ ഫെൽസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഈ ഫെൽസിന്റെ കേസാണ്. അതായത് എങ്ങനെ വർക്ക് ചെയ്യണു എന്നുള്ളതാണ് ഞാൻ പറയണത്. ഓക്കെ. അതിൽ ഞാനൊരു കേസ് എടുക്കുന്നത് ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് ഇറ്റ്. ലൈക്ക് ഞാൻ ഒരു നമ്പർ യൂസറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണെന്നും, അല്ല അത് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നും, ഇതൊന്നും അല്ലെങ്കിൽ അത് 0 ആണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പം ഞാനൊരു വാല്യൂ 15 എന്ന് കൊടുത്തു. അപ്പം എനിക്ക് കിട്ടുക നമ്പർ ഈസ് പോസിറ്റീവ്. ഓക്കെ. ഇപ്പം ഞാനൊരു വാല്യൂ -15 എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ്ടാവും? -15 ലെസ് ദാൻ 0. അത് ഏത് കണ്ടീഷനാണ്? നമ്പർ ഈസ് നെഗറ്റീവ്. സോ എനിക്ക് കിട്ടിയത് ഇതാണ്. കാരണം ഈ കണ്ടീഷൻ തെറ്റി. -15 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ കണ്ടീഷൻ പ്രിന്റ് ആവോ? നമ്പർ ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞത് ഇല്ല. അടുത്ത കണ്ടീഷൻ നോക്കി. -15 ലെസ് ദാൻ 0 ആണോ? ആണ്. അപ്പോൾ കണ്ടീഷൻ കറക്റ്റ് ആണ്. നമ്പർ ഈസ് നെഗറ്റീവ് എന്ന് ആൻസർ കിട്ടി. ഇനി ഞാൻ എൻ്റെ വാല്യൂ 0 ആക്കി വെച്ചു വിചാരിക്കാം. ഈ ഒരു കേസിൽ മിക്കതും നമുക്ക് നമ്പർ ഈസ് 0 എന്നുള്ളൊരു കോൺസെപ്റ്റ് വരില്ല. അതിന് മുന്നേ നമുക്ക് ആൻസർ കിട്ടുക നമ്പർ ഈ 0 എന്നുള്ളത് വന്നു. കാരണം ഗ്രേറ്റർ ദാൻ 0 ഓക്കെ, ലെസ് ദാൻ 0 അല്ല. അപ്പോൾ ഓക്കെ, നമ്പർ ഈ 0 എന്നുള്ള കോൺസെപ്റ്റ് വന്നു. സോ നമ്പർ ഈ 0 എന്നത് എക്സിക്യൂട്ട് ആയി. സോ ഇതിലെങ്ങനെയാണ്? 0 ഗ്രേറ്റർ ദാൻ 0 അല്ല, 0 ലെസ് ദാൻ 0 അല്ല, ഈക്വൽ ടു എന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്പർ അങ്ങനെ വരുമായിരുന്നു. അല്ല, ഇത് രണ്ട് കണ്ടീഷനും മാച്ച് ആയില്ലെങ്കിൽ നമ്പർ ഈ 0 എന്നുള്ളത് വന്നു. ഇങ്ങനെ നമുക്ക് ഒരുപാട് കേസുകൾ കണ്ടീഷൻസിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫെൽസിലേക്ക് പോവുക കേട്ടോ. ഇനി അപ്പോൾ ഏകദേശം ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഐട്രേഷനെ കുറിച്ച് സംസാരിക്കാം.